ഹലോ ഫോർത്ത് ഇയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഇന്നലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളതായിരുന്നു. അതിൻ്റെ നോട്ടൊക്കെ ഞാൻ അയച്ചു തന്നായിരുന്നു. നിങ്ങളത് എഴുതി കാണുമെന്നും ഗോ ത്രൂ ചെയ്തെന്നും പഠിച്ചെന്നും ഒക്കെ വിശ്വസിക്കുന്നു. എന്നാലും എനിക്കൊന്ന് അതിനെപ്പറ്റി ഒന്ന് വളരെ ബ്രീഫായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അതിനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും അതിനെപ്പറ്റി എസ് എ ക്വസ്റ്റിനും ഷോർട്ട് നോട്ടും ചെറിയ ക്വസ്റ്റിനും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പിന്നെ തന്നെയല്ല, ഇതിനൊരു ഒത്തിരി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ്. കാരണം നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ പ്രൊഫഷണൽ എത്തിക്സ് അറിയണം, അതെങ്ങനെയാണ് നമ്മളുടെ സർവീസിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു നേഴ്സായിട്ട് ഇറങ്ങിക്കഴിയുമ്പം, ഒരു ഗ്രാജുവേറ്റ് നേഴ്സായിട്ട് ലൈസൻസ്ഡ് നേഴ്സായിട്ട് കോഴ്സും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ, വെൻ യു ആർ ഗോയിങ് ടു പ്രാക്ടീസ് ആസ് എ പ്രൊഫഷണൽ നേഴ്സ്, യു ഷുഡ് നോ മെനി എത്തിക്സ് ഇൻ യുവർ പ്രൊഫഷൻ. എന്തൊക്കെ പ്രൊഫഷണൽ എത്തിക്സ് ആണ് നമ്മൾ അറിയേണ്ടതെന്നും പാലിക്കേണ്ടതെന്നും അത് ആരോടൊക്കെ എങ്ങനെയൊക്കെയാണ് പാലിക്കേണ്ടതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതിന് തിയററ്റിക്കൽ ഇമ്പോർട്ടൻസിനെക്കാട്ടിൽ കൂടുതൽ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളൊക്കെ അയച്ചതെങ്കിലും ഒന്നുകൂടി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതും. ഓക്കെ, അപ്പം ഇപ്പം ഇനി നമുക്ക് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. എത്തിക്സ് ആർ റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ റൈറ്റ് ടു കോണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെരുമാറ്റ രീതി. ഒരു വ്യക്തി ഒരു പ്രത്യേക പ്രൊഫഷൻ പഠിച്ച് പാസ്സായി ഇറങ്ങിക്കഴിയുമ്പോൾ, അയാൾ ലൈസൻസ് ആയി കഴിയുമ്പോൾ, ലൈസൻസും ഒക്കെ രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞു, പിന്നെ നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് നേഴ്സായിട്ട് എന്ന ഒരു പ്രൊഫഷണൽ ലേബലോടെ ജോലി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ പേഷ്യൻറ്റിനോട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളുടെ ബിഹേവിയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അതിന് കണ്ട്യൂസീവ് ആക്കേണ്ടത്, അതിന് മാറ്റം വരുത്തേണ്ടത്. ഒരു ലേ പേഴ്സണേക്കാൾ നമ്മൾ എത്രമാത്രം നമ്മൾ മാറി ഒരു ഈ പറയുന്ന നേഴ്സിംഗ് പ്രൊഫഷൻ ഉൾക്കൊണ്ട് ആ ഒരു കാര്യം, ആ ഒരു കർത്തവ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് പ്രൊഫഷണൽ എത്തിക്സിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫഷനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മുടെ കോവർക്കേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, പേഷ്യൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ ചില മോഡിഫിക്കേഷൻ നമ്മുടെ കോണ്ടക്റ്റിൽ, അതായത് നമ്മുടെ ബിഹേവിയറിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് പ്രൊഫഷണൽ എത്തിക്സ് മെയിൻലി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ ബ്രീഫായിട്ടൊന്ന് പറയാം. എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് ആർ റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ റൈറ്റ് ടു കോണ്ടക്റ്റ് എന്ന് പറയും. ഓക്കെ, അതായത് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. മീനിങ് പഠിക്കണം, ഇതിൻ്റെ പർപ്പസ് എന്താണ്, ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, പിന്നെ കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് റെഗുലേറ്ററി ബോഡി ഉണ്ടെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. അതായത് നേഴ്സിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് ബൈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, കോഡ് ഓഫ് എത്തിക്സ് ബൈ ഇൻ്റർനാഷണൽ നേഴ്സിംഗ് കൗൺസിൽ, ഇതൊക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. കാരണം നമ്മൾ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയാൽ നമ്മുടെ വീട്ടിലിരിക്കാൻ പോകുന്നവരല്ല, നമ്മൾ പേഷ്യൻ്റ് കെയർ കൊടുക്കാൻ പോകുന്നവരാണ്. അത് സ്റ്റേറ്റിന് വെളിയിൽ പോയി ജോലി ചെയ്യാം, ഇന്ത്യക്ക് വെളിയിൽ പോയി ജോലി ചെയ്യാം. ഇവിടെ എല്ലാം തന്നെ നമ്മളൊരു നേഴ്സ് എന്നുള്ള ഒരു കർത്തവ്യം അല്ലെങ്കിൽ നിറവേറ്റാൻ പോകുന്നവരാണ്. നേഴ്സിംഗ് എന്നുള്ള കർത്തവ്യം ചുമതല നിറവേറ്റാൻ പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് പോകുമ്പോൾ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷനാണ് നിങ്ങൾ പാലിക്കേണ്ടത്, നിങ്ങളുടെ സ്വഭാവത്തിൽ എത്രമാത്രം മോഡിഫിക്കേഷൻ വരുത്തണം, എന്തൊക്കെ കോണ്ടക്റ്റിനകത്ത് വെരിഫിക്കേഷനും മോഡിഫിക്കേഷനും നിങ്ങൾ നടത്തണം, ഇതൊക്കെ അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ടോപ്പിക്കിനകത്ത് എന്താണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയും, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് പാലിക്കാൻ അതിൻ്റെ പുറകിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സ് ഗിവൺ ബൈ ഇൻ്റർനാഷണൽ നേഴ്സിംഗ് കൗൺസിൽ. സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ നമ്മൾ പ്രത്യേകം പഠിക്കുന്നില്ല, കാരണം ഈ ഇൻ്റർനാഷണൽ നേഴ്സിംഗ് കൗൺസിലിൻ്റെ കോഡ് ഓഫ് എത്തിക്സ് പഠിക്കുമ്പോൾ അതെല്ലാം തന്നെ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിൻ്റെയിലും വരും. അതുകൊണ്ട് നമ്മൾ ജനറലായിട്ട് കോഡ് ഓഫ് എത്തിക്സ് ബൈ ICN ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ നഴ്സസ്, അതാണ് ICN. പിന്നെ കോഡ് ഓഫ് എത്തിക്സ് ബൈ INC, അത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി പഠിക്കണം. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെന്ത് ചോദിച്ചാലും നമ്മൾ റിസോഴ്സ് പേഴ്സണായിട്ട് പറഞ്ഞു കൊടുക്കാനും കഴിയണം. അതിനെപ്പറ്റി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനും കഴിയണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയാം. അതായത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ റൈറ്റ് ടു കോണ്ടക്റ്റ്, ശരിയായിട്ടുള്ള പെരുമാറ്റം,
ഒരു പ്രത്യേക ജോലിയിൽ ഉൾപ്പെട്ട് നമ്മൾ ഒരു പ്രൊഫഷനിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പറയുന്ന റൂൾസാണ് മെയിൻലി ഈ പറയുന്ന പ്രൊഫഷണൽ എത്തിക്സിലുള്ളത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് എത്തിക്സ് ആർ റൂൾസ് ഓർ ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ റൈറ്റ് കോണ്ടക്റ്റ് എന്നും പറയാം. പിന്നെ ഈ വേർഡ് എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് ദാറ്റ് ഈസ് ഈത്തോസ്, വിച്ച് മീൻസ് കസ്റ്റം ഓർ ഗൈഡിങ് ബിലീഫ്. ഈത്തോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ പറയുന്ന എത്തിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ പർട്ടിക്കുലർ വേർഡ് ഉണ്ടായത്. ഈ ഈത്തോസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് കസ്റ്റം അല്ലെങ്കിൽ ഗൈഡിങ് ബിലീഫ് എന്നാണ്. ഓക്കെ, പിന്നെ ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ എത്തിക്സ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫഷൻ ആൻഡ് ആർ നോൺ ആസ് കോഡ്. അതായത് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷൻ നമ്മൾ കോഡെന്നും പറയും. കോഡെന്ന് പറഞ്ഞാൽ CODE, കോഡ് എന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രം, നിയമാവലി, സാങ്കേതിക നിയമ പദ്ധതി എന്നൊക്കെ അതിൻ്റെ അർത്ഥം കോഡിൻ്റെ. അപ്പം ദ കോഡ് ഓഫ് എത്തിക്സ് വിൽ സ്റ്റേറ്റ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് കോണ്ടക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് എ പ്രൊഫഷൻ, what are the responsibilities of the members towards whom they serve, towards the colleagues, towards the profession and the society as a whole. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ദ കോഡ് ഓഫ് എത്തിക്സ് വിൽ സ്റ്റേറ്റ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് കോണ്ടക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് എ പ്രൊഫഷൻ, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് ടുവേർഡ്സ് ഹും ദേ സെർവ്. ഹും ദേ സെർവ് എന്ന് വെച്ചാൽ അവരാരോടാണോ ഈ കർത്തവ്യം നിറവേറ്റേണ്ടത് അവരോടുള്ള അവരുടെ കോണ്ടക്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ആവണം, അല്ലെങ്കിൽ അവരുടെ കൊളീഗിനുള്ള എന്താവണം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനോടുള്ള എന്താവണം, അല്ലെങ്കിൽ സൊസൈറ്റിയോട് എങ്ങനെയായിരിക്കണം അവർ ബിഹേവ് ചെയ്യേണ്ടത്. ഒരു നേഴ്സ് എന്നുള്ള ഒരു ലേബിൾ എടുത്തു കഴിയുമ്പോൾ അതാണ് ഈ പ്രൊഫഷണൽ എത്തിക്സിൽ പറയുന്നത്. ഓക്കെ, ദെൻ വെൻ എ പേഴ്സൺ ബിക്കം എ മെമ്പർ ഓഫ് എ പ്രൊഫഷൻ ഹി അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലിവിങ് അക്കോർഡിംഗ് ടു ദ കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ദാറ്റ് പ്രൊഫഷൻ. അതായത് ഒരു പ്രൊഫഷനിൽ നമ്മൾ ആയി കഴിയുമ്പോൾ നമ്മളുടെ ബിഹേവിയർ, അതായത് ഒരു പ്രൊഫഷണൽ നേഴ്സ് എന്നുള്ള ലേബലോടെ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ കോഡ്സ് ഓഫ് എത്തിക്സ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അനുസൃതമായിട്ട് വേണം അയാൾ വർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഒരിക്കലും ഒരു ലേ പേഴ്സണായിട്ടല്ല. അപ്പം നമ്മൾ പല തെറ്റുകുറ്റങ്ങൾ കണ്ടുപോലും ചോദിക്കും, നീ ഒരു പ്രൊഫഷണൽ നേഴ്സ് അല്ലേ, പിന്നെ നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പലരും നിങ്ങളെ കുറ്റപ്പെടുത്താൻ ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം അതിൻ്റെ അർത്ഥം നിങ്ങൾ എത്തിക്സ് ഫോളോ ചെയ്യുന്നില്ല, ചെയ്യാതെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ആ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത്. അപ്പം നിങ്ങൾ എത്തിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം, അതിന് കഴിയുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മളുടെ പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ നേഴ്സാണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഒരു പ്രൊഫഷണൽ നേഴ്സ് എന്നുള്ള ലേബിൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ എത്തിക്സ് എല്ലാം ഫോളോ ചെയ്ത് അതിനനുസൃതമായിട്ട് നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്ത് ഈ പ്രൊഫഷന് സ്യൂട്ടബിളായിട്ട് മാത്രം നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളൊരു പ്രൊഫഷണൽ നേഴ്സ് ആണെന്നും അത് പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു നേഴ്സാണെന്നും പറയാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ പല തെറ്റുകുറ്റങ്ങൾ ഇപ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ബീയിങ് ആണ്. അവർ സൊസൈറ്റിയിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാരനാണ്, ഒരു ലേ പേഴ്സണാണ്. അവനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മളെപ്പോലെ ഒന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടൊന്നും വരുന്നവരല്ല, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ അവരോട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പഠിച്ചതിൻ്റെ പിൻബലത്തോടെ നമ്മൾ ഇന്ന പോലെ നമ്മൾ അവരോട് പ്രവർത്തിക്കാവൂ എന്നൊരു ധാരണയോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അവരോട് ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സൈഡിലാണ് തെറ്റ്. മനസ്സിലായി? പിന്നെ നമ്മൾ എന്തിനാ ഈ 4-5 വർഷം ഇതൊക്കെ പഠിച്ചത്? മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വെൻ എ പേഴ്സൺ ബിക്കംസ് എ മെമ്പർ ഓഫ് എ പ്രൊഫഷൻ ഹി അക്സെപ്റ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലിവിങ് അക്കോർഡിംഗ് ടു ദ കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ദാറ്റ് പ്രൊഫഷൻ. മനസ്സിലായല്ലോ? പിന്നെ കോഡ് ഓഫ് എത്തിക്സ് ഈസ് നോട്ട് എ സ്ട്രിക്റ്റ് സെറ്റ് ഓഫ് റൂൾസ് ബട്ട് ഇറ്റ് ഈസ് എ ഗൈഡ്. അതായത് ഇതൊരു സ്ട്രിക്റ്റ് എത്തിക്സ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് സെറ്റ് ഓഫ് റൂൾസ് അല്ല, പകരം അത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗൈഡിങ് ഫാക്ടർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ മീനിങ്ങിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോഡെന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ചില പർപ്പസസ് ഒക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ദ കോഡ് ഓഫ് എത്തിക്സ് ഈസ് യൂസ് ടു ഗൈഡ് ദ പ്രൊഫഷണൽ ബിഹേവിയർ. നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയി കഴിയുമ്പോൾ ഒരു പ്രൊഫഷണലായി കഴിയുമ്പോൾ അവർക്ക് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർപ്പസ്. പിന്നെ ഒരു പർപ്പസ്, ഇൻ നേഴ്സിംഗ് പ്രൊഫഷൻ കോഡ് ഹെൽപ്സ് ദ ടീച്ചേഴ്സ് ടു നോ വാട്ട് മസ്റ്റ് ബി ടോട്ട് ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് നഴ്സസ്. അതായത് ഒരു നേഴ്സിംഗ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ടീച്ചറിന്, ഒരു നേഴ്സിനെ എത്രമാത്രം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം, ഒരു നല്ല നേഴ്സായിട്ട്
പുറത്തിറങ്ങി പോകാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ബിഹേവിയർ വൈസ് ആയിട്ട് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ പ്രൊഫഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് ലേറ്റർ ഓൺ വർക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് വിടണമെന്ന് തീരുമാനിക്കാനും ആ ഒരു നേഴ്സിംഗ് ടീച്ചിങ് പ്രൊഫഷൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുമെന്ന്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ കാരണം ഒരുപക്ഷെ ഡയറക്ടർ വഴക്ക് പറയും, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ വഴക്ക് പറയും, അല്ലെങ്കിൽ ക്ലാസ് കോർഡിനേറ്റർ വഴക്ക് പറയും, അല്ലെങ്കിൽ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നവർ വഴക്ക് പറയും. എന്തിനാ? കാരണം നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഈ പ്രൊഫഷന് സ്യൂട്ടബിളായിട്ട് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ആദ്യം ചോദിക്കുന്നത് നീ എവിടെ പഠിച്ചു, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചത്, ആരൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്നൊക്കെ ആദ്യം ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു ഫോൾട്ടി ബിഹേവിയറോ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു പ്രൊഫഷൻ അനുസരിച്ചുള്ള ഒരു കോഡ് ഓഫ് ബിഹേവിയറോ അല്ലെങ്കിൽ എത്തിക്കൽ ബിഹേവിയറോ നിങ്ങളിൽ നിന്ന് കണ്ടില്ലെങ്കിൽ ആദ്യം ചോദിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചതെന്ന്. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? അവിടെ പഠിപ്പിച്ചവർ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ പ്രൊഫഷന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ബിഹേവിയർ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് കറക്റ്റ് ചെയ്യണം, എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, തെറ്റ് കാണിച്ചാൽ എങ്ങനെ കറക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ടീച്ചിങ് ഫാക്കൽറ്റി, നേഴ്സിംഗിലെ ടീച്ചിങ് ഫാക്കൽറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ അല്ലെങ്കിൽ എങ്ങനെ അവരെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതിനും ഈ പറയുന്ന എത്തിക്സ് ഹെൽപ്പ് ചെയ്യും. അതാണ് പറയുന്നത്, ഇത് നേഴ്സിംഗ് പ്രൊഫഷൻ കോഡ് ഹെൽപ്സ് ദ ടീച്ചേഴ്സ് ടു നോ വാട്ട് മസ്റ്റ് ബി ടോട്ട് in the nursing education of nurses with regard to the behavior. Okay, പിന്നെ വേറൊരു പർപ്പസ് ആണ്, it can prevent nurses practicing poor conduct. അതായത് ഈ പ്രൊഫഷന് സ്യൂട്ടബിൾ അല്ലാത്ത പുവർ കോണ്ടക്റ്റ്, അതായത് മോശമായിട്ടുള്ള പെരുമാറ്റ രീതികൾ പഠിച്ചെടുക്കുന്നതിൽ നിന്ന് വരെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന്. അതായത് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിലുള്ള കോണ്ടാക്റ്റ് മാത്രം, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ബിഹേവിയർ മാത്രം സ്യൂട്ടബിൾ ടു ദ പ്രൊഫഷൻ അത് മാത്രം പഠിച്ചെടുക്കുക, അല്ലാത്തതൊക്കെ റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അല്ലാത്തതൊന്നും പഠിക്കാതിരിക്കാൻ വേണ്ടി ഇത് നേഴ്സസിനെ അല്ലെങ്കിൽ നേഴ്സിംഗ് സ്റ്റുഡൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് ദ നേഴ്സസ് പ്രാക്ടീസിങ് പുവർ കോണ്ടാക്റ്റ് വിച്ച് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ദ പ്രൊഫഷൻ. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ നേഴ്സസ് ഹൂ ഈസ് ഫോൾസ്ലി അക്യൂസ്ഡ് ഓഫ് ഡൂയിങ് സംതിങ് റോങ്. എന്ന് പറഞ്ഞാൽ ചില സമൂഹമോ മറ്റുള്ള ആൾക്കാരോ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്നും പറഞ്ഞ്, ഒരു നേഴ്സ് ചെയ്യുന്ന തെറ്റാണെന്നും പറഞ്ഞ് ചിലപ്പം അവരെ കുറ്റപ്പെടുത്താം. പക്ഷേ ആ കുറ്റപ്പെടുത്തൽ ഒരുപക്ഷെ ഈ നേഴ്സ് ഡിസർവ് ചെയ്യുന്ന ആകണമെന്നില്ല. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ആൾക്കാരെ പറ്റി ഒരുപക്ഷെ നല്ല ധാരണകളും അവരുടെ പെരുമാറ്റത്തെ പറ്റി നല്ല ധാരണ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ കുറ്റപ്പെടുത്തുന്നത്. അപ്പം ഒരു നേഴ്സ് കൃത്യമായിട്ടൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് അവളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഗുഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഗുഡ് എത്തിക്സ് വിച്ച് ഈസ് ബീയിങ് പ്രാക്ടീസ്ഡ് ബൈ എ നേഴ്സ്, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി ഫോർ ദ നേഴ്സ് ദാറ്റ് ഷീ ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആവശ്യമില്ലാതെ ആർക്കും നേഴ്സിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതാണ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി യൂസ് ടു പ്രൊട്ടക്ട് ദ നേഴ്സ് ഹൂ ഈസ് ഫോൾസ്ലി അക്യൂസ്ഡ്. അതായത് ആവശ്യമില്ലാതെ തെറ്റാണ് നീ കാണിക്കുന്നതെന്നും പറഞ്ഞ് ആർക്കും നേഴ്സസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം റൈറ്റ് എത്തിക്സ് ഉണ്ടെങ്കിൽ അവൾ അതാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അവൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരും എന്നെ കുറ്റപ്പെടുത്തുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് ഈ എത്തിക്സ് എപ്പോഴും ഒരു നേഴ്സസിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഫാക്ടറാണെന്ന്. അതായത് ശരിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ, ഒരു നേഴ്സ് അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം നേഴ്സിന് കുറേ കോൺഫിഡൻസോടെ വർക്ക് ചെയ്യാൻ പറ്റും. ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്, മൈ വർക്ക് ഓർ മൈ കോണ്ടാക്ട് ഈസ് അക്കോർഡിംഗ് ടു മൈ എത്തിക്സ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാതെ ആരും നമ്മളെ കുറ്റപ്പെടുത്താൻ തുനിയത്തില്ല. അങ്ങനെ കുറ്റപ്പെടുത്തിയാലും ഈ പറയുന്ന എത്തിക്സ് എപ്പോഴും നേഴ്സസിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് പർപ്പസസിനകത്ത് പറയുന്നത്. ഇനി അടുത്തതിനകത്ത് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് എല്ലാം ഇതിനകത്ത് ഒറ്റ വേർഡ്സിലാണ് പറഞ്ഞേക്കുന്നത്. അതായത് there are 6 പ്രിൻസിപ്പിൾസ്. ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ദ ഡൂയിങ് ഓഫ് ഗുഡ് തിങ്സ്, അത് ഇമ്പോർട്ടൻ്റ് ഒരു പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് ആണ്. ഓക്കെ, പിന്നെ നോൺ മലിഫിയൻസ് എന്ന് പറഞ്ഞാൽ ദ ഡ്യൂട്ടി ടു ഡു നോ ഹാം, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക എന്നുള്ളത് വേറൊരു പ്രിൻസിപ്പിളാണ്. അതിന് പറയുന്നതാണ് നോൺ മാലിഫെൻസ്, NONMALEFIENCE. പിന്നെ അടുത്തത് ജസ്റ്റിസ്, ദാറ്റ് ഈസ് ഫെയർ, ഇക്വിറ്റബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് കെയർ, അതിനാണ് നമ്മൾ ജസ്റ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോണമി, അത് വേറൊരു പ്രിൻസിപ്പിളാണ്. അതായത് ഫ്രീഡം ടു മേക്ക് അവർ ഓൺ ചോയ്സ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റിനെയാണ് നമ്മൾ ഓട്ടോണോമി എന്ന് പറയുന്നത്.
സ്വയം ഭരണാധികാരം എന്നൊക്കെ നമ്മൾ പറയും, ഓട്ടോണോമി. അതായത് ഫ്രീഡം ടു മേക്ക് ഓൺ ചോയ്സസ്. പിന്നെ വെറേസിറ്റി, അതായത് ട്രൂത്ത് ടെല്ലിങ്, എപ്പോഴും സത്യം മാത്രം പറയുക എന്നുള്ളൊരു ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾസിൽ പെടുന്നതാണ്. അതായത് നമ്മളിപ്പം ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രൊസീജിയറോ എന്തെങ്കിലും നേഴ്സസിന് ഒരു ആക്ടിവിറ്റിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്തെന്നുള്ള റൈറ്റ് കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങളൊരു പേഷ്യൻറ്റ് മെഡിസിൻ കൊടുത്തോ, സമയത്ത് മെഡിസിൻ കൊടുക്കേണ്ടതായിരുന്നു, കൊടുക്കാൻ മറന്നുപോയി, എന്നിട്ട് കൊടുത്തില്ലെങ്കിൽ ചെന്ന് കൊടുത്തെന്ന് പറയരുത്. മനസ്സിലായോ? ഞാൻ കൊടുത്തില്ല കാരണം ഞാൻ മറന്നുപോയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ബിസി ആയിപ്പോയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഓർക്കാൻ സമയം കിട്ടില്ല, ഞാൻ കൊടുത്തില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ കൊടുക്കാത്ത മരുന്ന് കൊടുത്തെന്ന് പറയുന്നത് ഒരിക്കലും റൈറ്റിംഗ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നേഴ്സിംഗ് പാടില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും, അതായത് ട്രൂത്ത് ടെല്ലിംഗ് ആയിരിക്കണം, സത്യം മാത്രം പറയുക എന്നുള്ളതാണ് വേറെ ഒരു പ്രിൻസിപ്പിളാണ് എത്തിക്സിലെ, പ്രൊഫഷണൽ എത്തിക്സിലെ. പിന്നെ ഫിഡിലിറ്റി, അതായത് ഫെയ്ത്ത്ഫുൾനെസ്, അതാണ് ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് കീപ്പിംഗ് ഓൺ പ്രോമിസസ്, അതായത് വാഗ്ദാനങ്ങൾ നിലനിർത്തുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് മാറാതിരിക്കുക, വാക്ക് പാലിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫെയ്ത്ത്ഫുൾനെസ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഫെയ്ത്ത്ഫുൾനെസ്, കീപ്പിംഗ് വൺസ് ഓൺ പ്രോമിസസ്. അപ്പോൾ ഇത്രയും 6 കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സിൽ പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഓരോരുത്തർക്കും നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ 6 പ്രിൻസിപ്പിൾസും. അതായത് നോട്ട് ഡൂയിങ്, ഓൾവേസ് ഡൂയിങ് ഗുഡ് എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ടു ഡു ഡ്യൂട്ടി ഡ്യൂലി, no harm to others, not doing any harm to others. പിന്നെ ഫെയർ, ഇക്വിറ്റബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് കെയർ, അതിന് നമ്മൾ ജസ്റ്റിസ് എന്ന് പറയും. പിന്നെ ഫ്രീഡം ടു മേക്ക് ഓൺ ചോയ്സസ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട പല പല കാര്യങ്ങളും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം തീരുമാനം എടുക്കുന്നതിന് നമ്മൾ ഓട്ടോണോമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉള്ളവരെപ്പോഴും ശരിയായ തീരുമാനമല്ലേ എടുക്കത്തുള്ളൂ. അതിന് നമ്മളെ കേപ്പബിൾ ആക്കണം. നമ്മൾ തെറ്റുകുറ്റങ്ങൾ പറ്റാൻ പാടില്ല. നമ്മളുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കണം എന്നുള്ള ഒരു തരത്തിൽ നമ്മുടെ പ്രൊഫഷനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഓട്ടോണോമി എപ്പോഴും എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഒരു ക്വാളിറ്റി, യു ഷുഡ് ബി എ പേഴ്സൺ ഹൂ ഈസ് ഓൾവേസ് ടെല്ലിങ് ദ ട്രൂത്ത്. Then you should be a person who is doing the faithfulness to others, showing faithfulness to others and keeping your own words. ഓക്കെ, ഇത്രയാണ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതിനകത്ത് കോഡ് ഓഫ് എത്തിക്സ് ബൈ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ആണ്. അതായത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ഈസ് അഡോപ്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ദ ഗ്രാൻഡ് കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ഇൻ 1953. അതായത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1953 അത് ഏത് കൗൺസിലിൽ നിന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ദ ഗ്രാൻഡ് കൗൺസിൽ ഓഫ് ദി ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ്. ആദ്യമേ ഉണ്ടായത് ഗ്രാൻഡ് കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ നഴ്സസ് ആണ്. അത് 1953 അതിനുശേഷമാണ് ഈ 1973 അഡോപ്റ്റഡ് കോഡ് ഓഫ് എത്തിക്സ് ഫോർ നഴ്സസ്. അതായത് ഈ കൗൺസിൽ തന്നെ കോഡ് ഓഫ് എത്തിക്സ് ഫോർ നഴ്സസ് ഉണ്ടാക്കിയത് 1973. അപ്പം ദിസ് കോഡ് ഈസ് റിലേറ്റഡ് ടു മെനി അതർ കോഡ്സ് റിലേറ്റഡ് ടു നഴ്സസ്. അതായത് ഈ കോഡാണ് വേറെ ഒരുപാട് മറ്റുള്ള കോഡുകളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇന്റർനാഷണൽ കോഡ് ഓഫ് എത്തിക്സ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ഇൻ 1953, അഗെയിൻ അഡോപ്റ്റഡ് കോഡ് ഓഫ് എത്തിക്സ് ഇൻ 1973. അതിന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ നഴ്സസ്. ആൻഡ് ദിസ് കോഡ് ഈസ് റിലേറ്റഡ് ടു മെനി അതർ കോഡ്സ് റിലേറ്റഡ് ടു നഴ്സസ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അത് പുസ്തകത്തിൽ ഓരോന്നും ചെറിയ ചെറിയ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അതായത് കോഡ് ഫോർ നഴ്സസ്, ദെൻ കോഡ് ഫോർ നഴ്സസ് ആൻഡ് പീപ്പിൾ, ദെൻ നഴ്സസ് ആൻഡ് പ്രാക്ടീസ്, നഴ്സസ് ആൻഡ് സൊസൈറ്റി, നഴ്സസ് ആൻഡ് കോവർക്കർ, നഴ്സസ് ആൻഡ് ദ പ്രൊഫഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളിലും നഴ്സസ് എന്തൊക്കെ കോഡ്, എന്തൊക്കെയാണ് എത്തിക്സ് നോക്കേണ്ടതെന്നാണ് ഇതിനകത്ത് ഓരോ സബ് ക്ലാസ്സിലും പറയുന്നത്. അതായത് കോഡ് ഓഫ് എത്തിക്സ് ബൈ INC ഗിവ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോഡ് ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് കോഡ്സ്. അതിനകത്ത് വരുന്നതാണ് കോഡ് ഫോർ നഴ്സസ്. നേഴ്സസിനുള്ള കോഡ് എന്തൊക്കെയാണ്, പിന്നെ നേഴ്സസും ആൻഡ് പീപ്പിളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴുള്ള കോഡ് എന്തൊക്കെയാണ്, പിന്നെ നേഴ്സസ്
ആൻഡ് പ്രാക്ടീസ്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രൊസീജിയർ ആയാലും വേറെ ഒരുപാട് കാര്യങ്ങൾ തിയററ്റിക്കലി നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, അതാണ് നേഴ്സ് ആൻഡ് ദ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ നേഴ്സ് ആൻഡ് ദ സൊസൈറ്റി, അതായത് നമ്മളുടെ ക്ലയൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലേ പേഴ്സൺ ആണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. ദേ ആർ അതർവൈസ് നോൺ ആസ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയോട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മളുടെ എന്തൊക്കെയാണ് എത്തിക്സ് നമ്മൾ പാലിക്കേണ്ടത്, അതിനകത്ത് പറയുന്നതാണ് നേഴ്സ് ആൻഡ് ദ സൊസൈറ്റി. അതിനകത്തും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നേഴ്സ് ആൻഡ് ദ കോവർക്കേഴ്സ്, അതായത് നമ്മുടെ കൂടെ സഹപ്രവർത്തകർ ഒരുപാട് പേര് കാണുമല്ലോ, വേറെ ഒരുപാട് നേഴ്സസ് ആയാലും അല്ലെങ്കിൽ വേറെ പ്രൊഫഷനിൽപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും ഒക്കെ കാണും കോവർക്കേഴ്സായിട്ട്. അവരോട് ബിഹേവ് ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിളാണ് നോക്കേണ്ടത്, അതാണ് നേഴ്സസ് ആൻഡ് കോവർക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നേഴ്സസ് ആൻഡ് ദ പ്രൊഫഷൻ, അതായത് അതിനകത്ത് പറയുന്നത് ഈ നമ്മുടെ പ്രൊഫഷനോട് നമ്മളെങ്ങനെ എത്തിക്കലായിട്ട് നീതി പുലർത്തണം, അതാണ് ഇത്രയും കാര്യങ്ങളാണ് അതായത് കോഡ് ഓഫ് എത്തിക്സ് വിച്ച് ഇസ് ഗിവൺ ബൈ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സ്ലൈഡിനകത്ത് ഇതെല്ലാം തന്നെ ഇതുപോലെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഹെഡിങ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് നോട്ട് തന്നേക്കുന്നത് കൊണ്ട് നിങ്ങളത് നോക്കി തന്നെ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ നോക്കി അതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങളുടെ ഓൺ നോട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ എത്തിക്സ് റിലേറ്റഡ് ടു അതർ കമ്പോണൻസ് വിച്ച് ഈസ് ഗിവൺ ബൈ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ്, മനസ്സിലായല്ലോ. അതായത് കോഡ് ഫോർ നേഴ്സസ്, നേഴ്സസ് ആൻഡ് ദ പീപ്പിൾ, നേഴ്സ് ആൻഡ് ദ പ്രാക്ടീസ്, നേഴ്സസ് ആൻഡ് ദ സൊസൈറ്റി, നേഴ്സ് ആൻഡ് ദ കോവർക്കേഴ്സ്, ദെൻ നേഴ്സ് ആൻഡ് ദ പ്രൊഫഷൻ, ഇത്രയും വരും. അപ്പോൾ അത്രയാണ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ നേഴ്സസ് പറയുന്നത്. ഇനി അടുത്തത് കോഡ് ഓഫ് ദി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലാണ് വരുന്നത്. കോഡ് ഓഫ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, മനസ്സിലായോ? അതിനകത്ത് കുറേ പർപ്പസസ് ഉണ്ട്. അതായത് ദ കോഡ് ഓഫ് എത്തിക്സ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ ദ റൈറ്റ്സ് ഓഫ് ദി നേഴ്സ്. ഇത്രയാണ് INC പറയുന്നത്. INCയുടെ പറയുന്ന കോഡ് ഓഫ് എത്തിക്സിലെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ദ കോഡ് ഓഫ് എത്തിക്സ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ ദ റൈറ്റ് ഓഫ് നഴ്സസ്. അത്രയാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ദ യൂസ് ഓഫ് കോഡ് പറയുന്നുണ്ട്. ദ യൂസ് ഓഫ് കോഡ്, INCയുടെ യൂസസ് ഓഫ് കോഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അക്നോളജ് ദ റൈറ്റ്ഫുൾ പ്ലേസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അതായത് ഓരോ നേഴ്സസിൻ്റെ പ്ലേസ് എവിടെയാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൽ, അത് അക്നോളജ് ദ റൈറ്റ്ഫുൾ പ്ലേസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അതാണ് ഒരു യൂസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ്. പിന്നെ അടുത്തത് കോൺട്രിബ്യൂട്ട്സ് ടുവേഴ്സ് ദ എംപവർമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു ബിക്കം റെസ്പോൺസിബിൾ ഫോർ ദെയർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അതായത് ഇറ്റ്സ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ദ എൻവയർമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു ബിക്കം റെസ്പോൺസിബിൾ ഫോർ ദെയർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അതാണ് അടുത്തത്. പിന്നെ മൂന്നാമത്തത് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഈക്വാലിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പാർഷ്യാലിറ്റിയോടെ അല്ലെങ്കിൽ ജാതി, മതം അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊന്നും അനുസരിച്ചായിരിക്കരുത് കെയർ കൊടുക്കുന്നത്. എല്ലാവരും ഈക്വലായിട്ട് കണ്ട് കെയർ കൊടുക്കണം. അതാണ് കോൺട്രിബ്യൂട്ട് ടു ക്വാളിറ്റി ഓഫ് കെയർ ആസ് വെൽ ആസ് ഇക്വാലിറ്റി ഓഫ് കെയർ. പിന്നെ അടുത്തത് ഐഡൻറ്റിഫൈസ് ദ ഒബ്ലിഗേഷൻ ഇൻ പ്രാക്ടീസ്, റിസർച്ച് ആൻഡ് റിലേഷൻഷിപ്പ്. ഐഡൻറ്റിഫൈസ് ദ ഒബ്ലിഗേഷൻ ഇൻ പ്രാക്ടീസ്, റിസർച്ച് ആൻഡ് റിലേഷൻഷിപ്പ്. പിന്നെ ഇൻഫോംസ് ദ ഇൻഡിവിജ്വൽ, ഫാമിലീസ്, കമ്മ്യൂണിറ്റി ആൻഡ് അതർ പ്രൊഫഷണൽ അബൌട്ട് ദ പ്രാക്ടീസ് ഓഫ് നഴ്സ്. അതായത് നഴ്സസ് എന്ന് പറഞ്ഞാൽ ആരാണ്, അവരെന്തൊക്കെ കെയറാണ് കൊടുക്കുന്നത്, ഏതൊക്കെ പീപ്പിളിനെയാണ് കെയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അവയർനെസ് കൊടുക്കണം. ആർക്കൊക്കെ? ഇൻഡിവിജ്വൽസിനും, ഫാമിലീസ്, കമ്മ്യൂണിറ്റി ആൻഡ് അതർ പ്രൊഫഷണൽ അബൌട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എ നഴ്സ്. അവരിൽ നിന്ന് നേഴ്സ് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് അവർക്കും കിട്ടണം. മനസ്സിലായി? എങ്കിൽ മല്ലമേ ഒരു നല്ല റിലേഷൻഷിപ്പ് സൊസൈറ്റിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നേഴ്സിന് അങ്ങോട്ടും സൊസൈറ്റിക്ക് ഇങ്ങോട്ടും കഴിയത്തുള്ളൂ. അതാണ് പറയുന്നത് യൂസസ് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. അതിനകത്ത് ഞാനിപ്പം 5 ഫാക്ടേഴ്സ് പറഞ്ഞു. അക്നോളജ്മെൻറ്റ് ഓഫ് ദി റൈറ്റ്ഫുൾ പ്ലേസ്, പിന്നെ കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ദ എൻവയർമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ദെൻ കോൺട്രിബ്യൂട്ട് ടു ക്വാളിറ്റി കെയർ. അതായത് എങ്ങനെയും നേഴ്സിംഗ് കൊടുത്ത് പോന്നാൽ പോരാ, അതിന് ക്വാളിറ്റി കെയർ ആയിരിക്കണം കൊടുക്കുന്നത്. പിന്നെ ഒന്ന് ഐഡൻറ്റിഫൈസ് ദ ഒബ്ലിഗേഷൻ ഇൻ പ്രാക്ടീസ്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മളിപ്പം നമ്മൾ
എന്താ പഠിച്ചിറങ്ങുമ്പോഴൊക്കെ നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട് അല്ലേ. അതിനകത്ത് പറയുന്നത് ഒരുപാട് ഈ പറയുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസും അവിടെ നമ്മൾ ഏറ്റു ചൊല്ലുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴും അതുപോലെ തന്നെ ആവണം. അതുകൊണ്ടാണ് പറയുന്നത് ഐഡൻറ്റിഫൈസ് ഒബ്ലിഗേഷൻ ഇൻ പ്രാക്ടീസ് റിസർച്ച് ആൻഡ് റിലേഷൻഷിപ്പ്. മറ്റുള്ളവരോടുള്ള വ്യക്തിബന്ധങ്ങളിലും നമ്മളുടെ പ്രാക്ടീസിലും അതുപോലെ തന്നെ കൂടുതൽ റിസർച്ച് ആക്ടിവിറ്റീസിലും ഒക്കെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടവരാണ്. ഓക്കെ. പിന്നെ ഇൻഫോംസ് ദ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, കമ്മ്യൂണിറ്റി ആൻഡ് അതർ പ്രൊഫഷണൽ എബൌട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എ നേഴ്സ്. അതായത് ഒരു നേഴ്സ് പഠിച്ച് പാസ്സായി നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ നേഴ്സ് മറ്റ് ഇൻഡിവിജ്വൽസിൽ നിന്നും ഫാമിലീസിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും മറ്റ് പ്രൊഫഷനുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും പറയണം. ഓക്കെ. അപ്പോൾ അത്രയുമാണ് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ പറയുന്നത്. ഇനി കോഡ് ഓഫ് എത്തിക്സ് ഫോർ നേഴ്സസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇന്ത്യയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കോഡ്സ് ഓഫ് എത്തിക്സ് ആണോ നമ്മൾ പാലിക്കേണ്ടത്. അതായത് ആദ്യത്തേതാണ് റെസ്പെക്ട് ദ യുണീക്നെസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ പ്രൊഫഷൻ ഓഫ് കെയർ. അതായത് ഓരോ വ്യക്തിയും യുണീക്കാണ്. ആ വ്യക്തിയെ പോലെ വേറൊരാളില്ല. അയാളുടെ ക്യാരക്ടറിസ്റ്റിക് അയാൾക്ക് മാത്രമുള്ളവരാണ്. അയാളുടെ യുണീക്ക് പേഴ്സണാലിറ്റി അയാൾക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ വേറൊരു പേഷ്യൻ്റായിട്ട് കമ്പയർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓരോ പേഷ്യൻറ്റും യുണീക്കാണ്. അപ്പോൾ അങ്ങനെ ആ യുണീക്നെസ്സിനെ നഴ്സസ് റെസ്പെക്റ്റ് ചെയ്യണം. അതായത് നമ്മൾ സൈക്കാട്രി പഠിച്ചപ്പോഴേ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചില്ല, അക്സെപ്റ്റ് ദി പേഴ്സൺ എക്സാക്ട്ലി ആസ് ഹീ ഈസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും എങ്ങനെയാണ് അതുപോലെ തന്നെ അയാളെ ഉൾക്കൊള്ളണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. റെസ്പെക്ട് ദ യുണീക്നെസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ പ്രൊവിഷൻ ഓഫ് കെയർ. അതായത് നിങ്ങളൊരു വ്യക്തിക്ക് കെയർ കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ യുണീക്കായിട്ട് കണ്ടു വേണം അയാൾക്ക് കെയർ കൊടുക്കാൻ. അല്ലാതെ മറ്റൊരാൾ അടുത്ത് കിടക്കുന്ന ഒരു പേഷ്യൻറ്റുമായിട്ടും അടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റുമായിട്ടും ആ വാർഡിലുള്ള മറ്റുള്ള പേഷ്യൻസുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ കെയർ കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയും ഡിഫറെൻറ്റ് വ്യക്തികളാണ്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കോഡ് ഓഫ് എത്തിക്സ്. പിന്നെ വേറൊന്ന് റെസ്പെക്ട് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് എ പാർട്ട്ണർ ഇൻ കെയർ. അതായത് ഓരോ വ്യക്തികളും അയാളുടെ കെയറിനകത്ത് അയാളൊരു പാസീവ് പേഴ്സൺ അല്ല. ഓരോ ഇൻഡിവിജ്വൽക്കും അയാൾക്കും ആക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആ ആക്ടിവിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ അയാളുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അയാൾക്ക് കെയർ കൊടുക്കുന്നതുമൊക്കെ. ഇപ്പോൾ തന്നെ പേഷ്യൻ്റ് നമ്മളോട് പറയാം, നമുക്ക് പേഷ്യൻ്റ് നമ്മളോട് ഭയങ്കര വേദനയുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഒരു ഓർഡർ കാണും, പേഷ്യൻ്റ് പെയിൻ കംപ്ലയിൻറ്റ് ചെയ്യാണ്, ഇന്നത് ചെയ്യണമെന്ന്, ഇന്ന മെഡിസിൻ കൊടുക്കണം. അപ്പം നഴ്സസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ഇങ്ങോട്ട് തരുന്ന ആ ഒരു കംപ്ലയിൻറ്റിന് റിലേറ്റ് ചെയ്താൽ നമ്മളുടെ റെസ്പോൺസ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് പാർട്ട്ണർ ഇൻ കെയർ. അപ്പോൾ ആ നേഴ്സ് ഒരു കെയർ കൊടുക്കുന്നതിനകത്ത് പേഷ്യൻറ്റിന് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതാണ് പറയുന്നത് റെസ്പെക്ട് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് പാർട്ട്ണർ ഇൻ കെയർ. അല്ലാതെ അയാളൊരു മൂകജീവിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇനാനിമേറ്റ് ബീയിങ് ആയിട്ടിരുന്നാൽ പോരാ. അയാളുടെ ഇങ്ങോട്ടുള്ള ആക്ടിവിറ്റിക്ക് അഗൻസ്റ്റ് അതായിട്ടാണ്. അത് സിക്ക് പേഴ്സൺ ആകുമ്പം പലതും കംപ്ലൈൻ്റ് ആയിരിക്കും പറയുന്നത്, പലപ്പോൾ സിംറ്റമറ്റോളജി ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ കൺസേൺ അബൌട്ട് ഫാമിലി, അങ്ങനെ പലതരത്തിൽ പേഷ്യൻ്റ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുമല്ലോ. ആ ഒരു പേഷ്യൻറ്റിൽ നിന്ന് എടുത്ത റെസ്പോൺസ് അനുസരിച്ചാണ് നമ്മൾ അവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവർക്ക് കെയർ കൊടുക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും പേഷ്യൻ്റ് ഈസ് എ പാർട്ട്ണർ, or he has the right, or the individual has the right to become a partner in the care. അതാണ് സെക്കൻഡ് തിങ്. ദെൻ തേർഡ് വൺ റെസ്പെക്ട് ദി ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് നമ്മൾ കെയർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പേഷ്യൻ്റെ പ്രൈവസിക്കും ആ പേഷ്യൻ്റെ ഡിസീസുമായിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യത്തിന് നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പേഷ്യൻ്റെ കാര്യം മറ്റുള്ളവരോട് ഇൻഫോം ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ പ്രൈവസിക്ക് അല്ലെങ്കിൽ എഗൻസ്റ്റ് ആവുകയോ ചെയ്യാൻ പറ്റില്ല. ചില പേഴ്സണൽ പ്രൊസീജിയറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫിസിക്കൽ പ്രൈവസി കൊടുക്കാറുണ്ട് അല്ലേ. അതുകൂടാതെ തന്നെ നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവരിൽ നിന്ന് പല ഇൻഫർമേഷൻ ഹിസ്റ്ററി വഴി കളക്ട് ചെയ്യുമ്പോഴും ഒക്കെ ആ കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കാറുണ്ട്. കാരണം എങ്കിൽ മാത്രമേ പേഷ്യൻ്റ് നമ്മളോട് വിശ്വസ്തതയുണ്ടാകൂ അല്ലേ. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് തോന്നരുത് നമ്മൾ പേഷ്യൻ്റെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുമ്പം പേഷ്യൻ്റ് നമ്മളോടുള്ള വിശ്വസ്തത കുറയും. പല കാര്യങ്ങളും അങ്ങനെ പറയാൻ പാടില്ലാത്തതുമാണ്. പിന്നെ ചില എക്സെപ്ഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്യാട്രിയിൽ. ഇപ്പോൾ പേഷ്യൻറ്റിന് സൂയിസൈഡ് ഐഡിയേഷനുള്ള പേഷ്യൻ്റാണ്, ആ പേഷ്യൻ്റ് സൂയിസൈഡ് തിങ്കിങ് ഉണ്ട്, ഒരു ചാൻസ് കിട്ടിയാൽ ആ പേഷ്യൻ്റ് സ്വന്തം സെൽഫ് ഹാം നടത്തുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യാം.
സ്വയം മരിക്കുകയൊക്കെ ചെയ്യാം. അതിനല്ലേ സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഒരുപക്ഷെ പറയണം. കാരണം എന്തിനു വേണ്ടിയാണ്? പേഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. പേഷ്യൻ്റ് ഏതെങ്കിലും കാരണവശാൽ എപ്പോഴും ഒബ്സർവ് ചെയ്യണം പേഷ്യനെ, അല്ലെങ്കിൽ പേഷ്യൻ്റെ ആക്ടിവിറ്റി നോക്കണം, അല്ലെങ്കിൽ അതിന് സിറ്റുവേഷൻസ് എങ്ങനെ, പേഷ്യൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അത് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണം. പേഷ്യൻ്റ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള പേഷ്യൻ്റ് ആണെന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരും കൂടെ അതിനെപ്പറ്റി കെയർ എടുക്കണമല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങളാണ്, ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഇങ്ങനെ, അത് നമ്മൾ ആരോടും പറയാതെ, അയ്യോ പേഷ്യൻ്റ് സൂയിസൈഡ് എന്ന് എന്നോട് പറഞ്ഞു, അയ്യോ ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഷ്യൻ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ അത് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ റെസ്പെക്ട് ദ ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ. പിന്നെ ഒബ്ലൈജ് ടു പ്രാക്ടീസ് വിതിൻ ദ ഫ്രെയിം ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ ബൗണ്ടറീസ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പല റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ കാണും. അതായത് അവർക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി അവർ എത്തിക്കലായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എത്തിക്കൽ പോളിസി കാണും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എത്തിക്കൽ പോളിസി കാണും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയ്ക്ക് ഒരു എത്തിക്കൽ പോളിസി കാണും. ഇപ്പോൾ തന്നെ ഒരു നേഴ്സ് സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്, അതുപോലെ അല്ല ഒബ്സ്റ്ററ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റിനും റിലേറ്റഡ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എത്തിക്സ് പലതും കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയണം നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു, അവിടുത്തെ ബൗണ്ടറീസ്, അവിടുത്തെ ലിമിറ്റേഷൻസ് എത്തിക്സിൽ എന്തൊക്കെയാണ്, അല്ലെ അവിടെ നമ്മൾ പാലിക്കേണ്ട എത്തിക്കൽ ബിഹേവിയർ എന്തൊക്കെയാണ്. മനസ്സിലായല്ലേ? ഞാൻ പണ്ട് വർക്ക് ചെയ്തെടുത്ത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ അവിടുത്തെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. കാരണം എത്തിക്സിക്കൽ ബൗണ്ടറീസ് വേരി ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒബ്ലിഗേറ്റ് പ്രാക്ടീസ് വിതിൻ ദ ഫ്രെയിം ഓർ എത്തിക്കൽ ആൻഡ് ലീഗൽ ബൗണ്ടറീസ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടുണ്ട്, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തൊക്കെയാണ്, ഇവിടുത്തെ എത്തിക്സ് എന്തൊക്കെയാണ്, അതറിഞ്ഞ് മാത്രമേ നമുക്ക് പെരുമാറാൻ പറ്റൂ. അതായത് ജനറലായിട്ട് ചില എത്തിക്സ് ഉണ്ട്, അത് കൂടാതെ തന്നെ നമുക്ക് ചില മോഡിഫൈഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് എത്തിക്സ് ഓരോ ഏരിയയ്ക്കും ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ കാണും. അതിനനുസരിച്ച് വേണം അവിടെ പ്രവർത്തിക്കാൻ. അപ്പോൾ അത് ഒരുപക്ഷെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിന് അറിയായിരിക്കും, ഹെഡ് നേഴ്സിന് അറിയായിരിക്കും, അല്ലെങ്കിൽ അവിടെ എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടാകും, ഇവിടെ ഇന്ന കാര്യങ്ങൾ പാടില്ല, ഇന്ന കാര്യങ്ങൾ പാടുണ്ട് എന്ന് എഴുതിയിട്ടുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനെ പറ്റി പറയുന്ന ഒരു ബുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണും. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് വേണം പ്രവർത്തിക്കാൻ. ഓക്കെ. പിന്നെ ഒബ്ലൈസ് ടു വർക്ക് ഹാർമോണിയസ്ലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലി നമ്മൾ സൗഹാർദ്ദപരമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പം നമുക്ക് ചിലപ്പം ഒരു പക്ഷേ നമ്മൾ 4 പേര് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നൊരു വാർഡാണ്, മോർണിംഗ് ഡ്യൂട്ടിക്ക് എന്നും 4 പേരുണ്ട്, ഹെഡ് സിസ്റ്റർ ഉണ്ട്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 2 പേര് അവിടെ വർക്ക് ചെയ്യുന്നവർ ലീവാണ്, അവർക്ക് എന്തൊക്കെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവർ ലീവ് എടുത്ത് പോയി, 2 പേരേ ഉള്ളൂ. അപ്പോൾ ആ 2 പേര് ചിലപ്പോൾ 4 പേരുടെ ജോലി അന്ന് ചെയ്യേണ്ടി വരും, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്നോ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്നോ ചീഫ് നേഴ്സോ ചിലപ്പോൾ അഡീഷണൽ ഒരാളെ ഇട്ടെന്നിരിക്കും ഉണ്ടെങ്കിൽ, ചിലപ്പം അവർക്ക് ഇടാൻ പറ്റിയില്ല എന്നിരിക്കും. അങ്ങനെ മനസ്സിലായോ? ഇപ്പോൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് അല്ലേ, സിക്കാകാനും വെല്ലാകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലല്ലേ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ചിലപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഇൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് കൊളീഗ്സ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് മേ ഗെറ്റ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു സം റീസൺസ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആ ഒരു ദിവസത്തെ ആ വർക്ക് ലോഡ് ഇടുവശം നമുക്ക് ഉൾക്കൊള്ളാനും ഇച്ചിരി ടയേർഡായി പോകുമായിരിക്കും, ഒരുപാട് ജോലി ചെയ്യാനുണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് എന്നും പറഞ്ഞ് മുഖം വീർപ്പിച്ച് നടക്കുകയോ ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്യാതെ നടക്കുകയോ ഒന്നും ചെയ്യരുത്. അതാണ് പറയുന്നത് ഒബ്ലൈസ് ടു വർക്ക് ഹാർമോണിയസ്ലി. ചിലപ്പോൾ നമ്മൾ 4 പേരും ഡ്യൂട്ടിയിൽ, ഒരുപക്ഷെ 4 പേരും എന്നും ഡ്യൂട്ടി കാണും. അന്ന് ചിലപ്പോൾ നമ്പർ ഓഫ് അഡ്മിഷൻസ് കുറവായിരിക്കും. 20 സ്ട്രെങ്ത് ഉള്ള ഒരു വാർഡാണെങ്കിൽ അന്ന് ചിലപ്പം 15 പേഷ്യൻറ്റോ 10 പേഷ്യൻറ്റോ കാണത്തുള്ളൂ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് കുറേ റിലാക്സ്ഡ് ആവത്തില്ലേ? അപ്പം ഓവർ വർക്കും റിലാക്സേഷനും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് നമ്മൾ സൗഹാർദ്ദപരമായിട്ട് വർക്കിംഗ് എൻവയോൺമെൻറ്റ് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കൊളീഗ്സിനോടും ഒക്കെ അതുപോലെ തന്നെ നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി തെറ്റുകുറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ഒരു ഹാർമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം. ദാറ്റ് ഈസ് അനദർ കോഡ് ഓഫ് എത്തിക്സ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്ത ഒരാളായി നമ്മൾ തീരരുത്. നമ്മളോടൊപ്പം മറ്റുള്ളവർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊരു സ്റ്റേറ്റ് ഉണ്ടാക്കരുത്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, ആൻഡ് ഓൾസോ യു ആർ ഒബ്ലൈഡ് ടു വർക്ക് ഹാർമോണിയസ്ലി.
മനസ്സിലായോ? അതൊരു എത്തിക്സ് ആണ്, നമ്മുടെ കോഡ് ഓഫ് എത്തിക്സിൽ പെടുന്നൊരു കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം എന്ന് എല്ലാവർക്കും നേരത്തെ കൂട്ടി അറിയാം. അതുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രാപ്തരായിട്ട് ഇരിക്കണം. പിന്നൊന്ന്, കമ്മിറ്റ്സ് ടു റെസിപ്രോക്കേറ്റ് ദ ട്രസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദ നേഴ്സിംഗ് പ്രൊഫഷൻ. അതായത് നേഴ്സിംഗ് പ്രൊഫഷൻ ചില പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു പ്രൊഫഷനാണല്ലോ. അതിനകത്ത് ഈ പറയുന്ന ട്രസ്റ്റ്, വിശ്വസ്തത, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലൈഡ് ആണ് ആ പ്രൊഫഷനിൽ. അതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനും അതിനോട് കമ്മിറ്റ്മെൻറ്റ് നടത്താനും നേഴ്സസിന് കഴിയണം. അതായത് കമ്മിറ്റ്സ് ടു റെസിപ്രോക്കേറ്റ് ദ ട്രസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദി നേഴ്സിംഗ് പ്രൊഫഷൻ. അപ്പോൾ ഇത്രയാണ് കോഡ് ഓഫ് എത്തിക്സിൽ ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പ്രത്യേക ഹെഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും നമ്മൾ എത്തിക്സിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വാട്ട് ഈസ് എത്തിക്സ് എന്നുള്ള പറഞ്ഞു. പിന്നെ വാട്ട് ദ മീനിങ്ങും ഡെഫിനിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ പർപ്പസസ് ഓഫ് എത്തിക്സ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്. പിന്നെ നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് ഗിവൺ ബൈ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് ഓർ ICN പറഞ്ഞു. പിന്നെ കോഡ് ഓഫ് എത്തിക്സ് ഗിവൺ ബൈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ. അതിനകത്ത് നമ്മൾ പർപ്പസും അതിൻ്റെ യൂസസും വാട്ട് ആർ ദ കോഡ് ഓഫ് എത്തിക്സ് ടു ബി അപ്ലിക്കബിൾ ടു നേഴ്സസ് ഇൻ ഇന്ത്യ, ഇത്രയും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജനറലി പറഞ്ഞിട്ടുള്ളൂ. കോഡ് ഓഫ് എത്തിക്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മൾ എത്ര ഹെഡിങ്സിൽ കുറേ ഹെഡിങ്സ് ഉള്ളത് ഞാൻ ജനറലി പറഞ്ഞിട്ടുള്ളൂ. കാരണം സ്ലൈഡിനകത്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അതിനകത്ത് ഓരോന്നിനകത്തും നമ്മൾ ഓരോന്നും കുറേ കൂടെ സബ്ബായിട്ടും കുറേ കൂടെ എക്സ്പ്ലനേറ്ററി ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ ഇന്നലെ നോട്ട് തന്നെ ആ ചാപ്റ്റർ ആ ഒരു പേജസിലുണ്ട്. അത് നിങ്ങൾ വയ്ക്കുക. വാട്ട് ഈസ് ദ നേഴ്സ് റെസ്പെക്ട് ദ യുണീക്നെസ് ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളതിൻ്റെ എങ്ങനെ സിറ്റുവേഷൻ വൈസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ നേഴ്സസ് റെസ്പെക്ട് ടു റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് എ പാർട്ട്ണർ ഓഫ് കെയർ, അതിനകത്തും അതിൻ്റെ സബ്ബായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ലാംഗ്വേജിലുള്ളതാണ്, വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോഡ് ഓഫ് എത്തിക്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ്. അപ്പം അത് ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി നിങ്ങൾ ഒന്നുകൂടെ ഇത് ഞാൻ പറഞ്ഞതും ഇപ്പോൾ ഡിസ്കസ് ചെയ്തതും ഇന്നലെ നോട്ട് നിങ്ങൾ എഴുതിയ എല്ലാം കൂടെ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററായിട്ടാണ് ഞാൻ കണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പോഴും ഒക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം താമസിയാതെ തന്നെ ഞാൻ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോഡ് ഓഫ് എത്തിക്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് കുറേ കൂടെ അറ്റൻഷൻ കൊടുത്ത് പഠിക്കുക. അതായത് ഇപ്പം നമ്മൾ കുറേ കോഡുകൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു 7 എണ്ണം പറഞ്ഞു എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യുക, അതൊന്നുകൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കണം. ഇതിൻ്റെ എല്ലാം നോട്ടും എഴുതി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഓക്കെ.